ഹലോ ഫ്രണ്ട്സ്, നമ്മൾ 10th ലെവൽ ജോഗ്രഫി സ്റ്റേജ് 1 and 2 ചോദിച്ച ചോദ്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ നോക്കാം. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏത്? കിഴക്കൻ തീരസമതലം, പടിഞ്ഞാറൻ തീരസമതലം, ബംഗാൾ തീരസമതലം, കൊറോമണ്ടൽ തീരസമതലം. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ തീരസമതലമാണ് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിൻ്റെ SCERTയിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും തമ്മിലുള്ള വ്യത്യാസം ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് നോക്കാം. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ കാണപ്പെടുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്. ഇത് ഈ സൈഡിലുള്ളത്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. ഇവിടെ റാൻ ഓഫ് കച്ച് മുതൽ ഇവിടെ കന്യാകുമാരി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതാണ് നമ്മുടെ ഈ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്. താരതമ്യേന വീതി കുറവായിരിക്കും. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ വീതി കുറവാണ്. ഇവിടവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വീതി കുറവാണ്. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ 3ആയി തിരിച്ചിട്ടുണ്ട്. ഗുജറാത്ത്, കൊങ്കൺ, മലബാർ. കായലുകളും അഴിമുഖങ്ങളും ഈ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ കിഴക്കൻ തീരസമതലമോ? ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് കിഴക്കൻ തീരസമതലം കാണപ്പെടുന്നത്. സുന്ദർബൻസ് മുതൽ കന്യാകുമാരി വരെയാണ് ഇതിൻ്റെ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. വീതി നോക്കിക്കേ, താരതമ്യേന ഇവിടെ കൂടുതലാണ്. കൊറോമോണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. വെസ്റ്റേൺ സിർക്കാറും കൊറോമോണ്ടൽ കോസ്റ്റും. ഡെൽറ്റ രൂപീകരണം നടക്കുന്ന ഒരു സമതലമാണ് ഇതെന്ന് പറയുന്നത്. കാരണം ഒരുപാട് നദികൾ ഇവിടെ ഡെൽറ്റ ഫോം ചെയ്യുന്നുണ്ട്. ഓൾറെഡി പറഞ്ഞു, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂവിഭാഗത്തെയാണ് പടിഞ്ഞാറൻ തീരസമതലം അല്ലെങ്കിൽ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അതേപോലെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനോ? ബംഗാൾ ഉൾക്കടലിനും കിഴക്കൻ ഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പറയുന്ന ബംഗാൾ തീരസമതലമോ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. കൊറോമോണ്ടൽ തീരസമതലം തമിഴ്നാട് തീരപ്രദേശം ഉൾപ്പെടുന്ന കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നോക്കാം. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ് ആ ടേബിളിൽ. അതിൽ പറയാത്ത കാര്യങ്ങൾ പറയാം. ഉപവിഭാഗങ്ങൾ 3 ഉണ്ടെന്ന് പറഞ്ഞു. കൊങ്കൺ തീരം, കാനറ തീരം, മലബാർ തീരം. കൊങ്കൺ തീരം എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്ര, ഗോവ ഉൾപ്പെടുന്ന പ്രദേശമാണ്. കാനറ എന്നുദ്ദേശിക്കുന്നത് കർണാടക തീരപ്രദേശമാണ്. മലബാർ കേരള തീരപ്രദേശമാണ്. പിന്നെ ഞാൻ പറഞ്ഞു കായലുകൾ, ബാക്ക് വാട്ടേഴ്സ് ഈ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. കിഴക്കൻ തീരസമതലത്തിനെയും പ്രധാന സവിശേഷതകളൊക്കെ ആ ടേബിളിലുണ്ടായിരുന്നു. എന്നാൽ അവിടെ പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളാണ് ഇവിടെ ഡെൽറ്റ രൂപീകരിക്കുന്ന പ്രധാനപ്പെട്ട നദികൾ. പിന്നെ ഉത്കൽ സമതലം ഒഡീഷയുടെ ഭാഗം, അതായത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെ ഏകദേശം മുകളിലായിട്ട് ഒഡീഷയുടെ പാർട്ടിൽ വരുന്ന ആ ഒരു ഭാഗത്തെയാണ് ഉത്കൽ പ്ലെയിൻസ് അല്ലെങ്കിൽ ഉത്കൽ സമതലം എന്ന് പറയുന്നത്. ഒഡീഷയുടെ തീരപ്രദേശമാണെന്ന് ഓർത്തിരിക്കുക. വടക്കൻ സിർക്കാർ, നോർത്തേൺ സിർക്കാർസ് ആന്ധ്രാപ്രദേശിൻ്റെ തീരപ്രദേശമാണ്. കൊറോമോണ്ടൽ കോസ്റ്റ് തമിഴ്നാടിൻ്റെ തീരപ്രദേശമാണ്. ഇതെല്ലാം നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെ റീജിയണൽ ആയിട്ടുള്ള ഡിവിഷൻസ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ നോക്കാം. ഇന്ത്യയുടെ ആകെ തീരദേശ ദൈർഘ്യം എത്രയാണ്? 7516.6 കിലോമീറ്റർ ആയിരുന്നു ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം. അന്നത്തെ PSCയുടെ ആൻസറും ഇതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ലെങ്ത് വരുന്നത് 11,098.81 കിലോമീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇതിലിപ്പോൾ കുറച്ചുകൂടെ ദ്വീപുകളുടെയൊക്കെ കോസ്റ്റ് ലൈനൊക്കെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ ഈ കണക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു 48% ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഇത് ഓർത്തിരിക്കുക. പുതിയ കണക്ക് പ്രകാരം ഇത്രയാണ് ഇന്ത്യയുടെ ആകെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തീരദേശ ദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തീരദേശ ദൈർഘ്യമുള്ള 2ാമത്തെ സംസ്ഥാനം പഴയ കണക്കുകൾ പ്രകാരം ആന്ധ്രാപ്രദേശ് ആയിരുന്നെങ്കിലും ഇപ്പോൾ ഇത് 3ാം സ്ഥാനത്തായിട്ടുണ്ട്. ഇപ്പോൾ 2ാമത് നിൽക്കുന്നത് തമിഴ്നാടാണ്. ഇതൊന്ന് നോട്ട് ചെയ്തേക്കണം. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള സംസ്ഥാനം അതും തമിഴ്നാടായിട്ട് മാറിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ തീരദേശ ദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ്? ഗോവയാണ്.
ഇന്ത്യയിൽ തീരപ്രദേശമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 9 സംസ്ഥാനങ്ങളിലാണ് തീരപ്രദേശമുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഉപ്പുജല തടാകം ഏതാണ്? ചിൽക്ക തടാകം, ഒഡീഷ, ഉത്കൽ പ്ലെയിനിലാണുള്ളത്. കോസ്റ്റൽ പ്ലെയിനിലാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമോ? വൂളാർ തടാകമാണ്. പുലിക്കട്ട് ലേക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിൻ്റെയും തമിഴ്നാടിൻ്റെ അതിർത്തിയിലാണ്. അപ്പോൾ ഞാൻ ഇന്നലെ സാമ്പാർ ലേക്കിനെ പറ്റി പരാമർശിച്ചപ്പോൾ ഏറ്റവും വലുതെന്ന് പറഞ്ഞു. ചിൽക്കയാണ് സാമ്പാറിനേക്കാളും വലുതായിട്ടുള്ള ഉപ്പുജല തടാകം എന്ന് പറയുന്നത്. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? നമുക്കറിയാം കേരളത്തിലുള്ള ദേശീയ ജലപാത എന്ന് പറയുന്നത് ദേശീയ ജലപാത 3 ഇത് NCERTയിൽ ഇത് പരാമർശിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ദ ഗംഗ റിവർ ബിറ്റ്വീൻ പ്രയാഗ്രാജ് ടു ഹാൽദിയ ആണ് നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത്. ബ്രഹ്മപുത്ര റിവറിലുള്ള സാദിയ ടു ധൂബ്രി ആണ് നാഷണൽ വാട്ടർവേ ദേശീയ ജലപാത 2 എന്ന് പറയുന്നത്. വെസ്റ്റ് കോസ്റ്റ് കനാൽ ഇൻ കേരള കോട്ടപ്പുറം ടു കൊല്ലം, ഉദ്യോഗമണ്ഡൽ ആൻഡ് ചെമ്പക്കര കനാലുകളാണ് നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത്. പിന്നീട് കാക്കിനാഡ, പുതുച്ചേരി അതാണ് നാഷണൽ വാട്ടർവേ 4 എന്ന് പറയുന്നത്. നമുക്ക് താഴോട്ട് ഇതിൻ്റെ വിശദമായിട്ട് നോക്കാം. ദേശീയ ജലപാത 3 പറ്റി നോക്കാം. ഔദ്യോഗിക നാമം വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഇതിനെ ഇങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. 205 കിലോമീറ്ററാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള നമ്മൾ പറയുന്ന ഒഫീഷ്യൽ ലെങ്ത് എന്ന് പറയുന്നത്. ഉദ്യോഗമണ്ഡൽ കനാൽ, ചമ്പക്കര കനാൽ എന്ന് പറയുന്നതൊക്കെ ഈ ദേശീയ ജലപാത 3ൻ്റെ ഭാഗമാണ്. ഇത് പ്രഖ്യാപിച്ച വർഷം എന്ന് പറയുന്നത് 1993 ഫെബ്രുവരി 1 ദേശീയ ജലപാത 3 പ്രഖ്യാപിക്കുന്നത്. 2016 നിയമപ്രകാരം ഈ പാത കോട്ടപ്പുറത്ത് നിന്ന് വടക്കോട്ട് കോഴിക്കോട് കല്ലായി വരെ നീട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ 24 മണിക്കൂറും നാവിഗേഷൻ സൗകര്യമുള്ള ആദ്യത്തെ ജലപാത അല്ലെങ്കിൽ നാവിഗേഷൻ സൗകര്യം ലഭ്യമാക്കിയ ആദ്യത്തെ ജലപാത കൂടിയാണ് നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തായിരുന്നു. മറ്റ് ദേശീയ ജലപാതകൾ നോക്കാം. നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത് എവിടെയാണ്? പ്രയാഗ്രാജ് അലഹബാദ് മുതൽ ഹാൽദിയ വരെയാണ്. ഗംഗാ നദിയിലാണ് ഇത് ഉള്ളത്. ലെങ്ത് എന്ന് പറയുന്നത് 1620 കിലോമീറ്ററാണ്. പ്രയാഗ്രാജ് മുതൽ ഹാൽദിയ വരെയുള്ള ഗംഗാ നദിയിലെ വാട്ടർവേ ആണ് നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത്. നാഷണൽ വാട്ടർവേ 2 സാദിയ മുതൽ ധൂബ്രി വരെ ബ്രഹ്മപുത്ര നദിയിലുള്ള 891 കിലോമീറ്റർ വാട്ടർവേ ആണ് നാഷണൽ വാട്ടർവേ 2 എന്ന് പറയുന്നത്. നാഷണൽ വാട്ടർവേ 4 കാക്കിനാഡ മുതൽ പുതുച്ചേരി വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഗോദാവരി, കൃഷ്ണ നദികളിലാണ് ഈ വാട്ടർവേ ഉള്ളതെന്ന് പറയുന്ന 1078 കിലോമീറ്ററാണ് ലെങ്ത് വരുന്നത്. നാഷണൽ വാട്ടർവേ 5 കൂടെ നോക്കാം. തൽച്ചർ മുതൽ ധാമ്ര വരെ ബ്രാഹ്മണി, മഹാനദി നദികളിലൂടെയാണ് ഈ നാഷണൽ വാട്ടർവേ പാസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പരാമർശിച്ച ദേശീയ ജലപാതകളുടെയൊക്കെ ഒരു ഏകദേശ ലൊക്കേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത് ഇതാണ്. നാഷണൽ വാട്ടർവേ 2 എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഏകദേശ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് കണ്ടുവച്ചിരുന്നാൽ മതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? നോയിഡയിലാണ്. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ റീജിയണൽ ഓഫീസ് എവിടെയാണ്? കൊച്ചിയിൽ, മരടിലാണുള്ളത്. നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പട്നയിലാണ്. ബീഹാറിലെ പട്നയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ ആണവ നിലയം ഏതാണ്? താരാപൂർ, കൈഗ, കൽപ്പാക്കം, നറോറ. കൈഗയാണ് കർണാടകയിലുള്ള ആണവ നിലയം എന്ന് പറയുന്നത്. നമ്മുടെ SCERTയിൽ ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. ഝാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി സമ്പന്നമായ യുറേനിയം നിക്ഷേപങ്ങളുണ്ട്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയൊക്കെ തീരദേശ മണലിലുള്ള മൊണാസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. എന്തിൻ്റെയാണ്? തോറിയത്തിൻ്റെ മിനറൽസ് ആയിട്ടുള്ള മൊണാസൈറ്റ്, ഇൽമനൈറ്റിനെയൊക്കെ പറ്റിയൊക്കെയും പറയുന്നുണ്ട്. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങൾ ഏതൊക്കെയാണെന്നും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കാം. താരാപൂർ മഹാരാഷ്ട്രയിലാണ് താരാപൂർ ഉള്ളത്. റാവത്ത് ഫട്ട രാജസ്ഥാൻ, കൽപ്പാക്കം, കൂടംകുളം എന്നിവ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തമിഴ്നാട്ടിൽ. കൈഗ എവിടെയാണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കർണാടകത്തിലുള്ളത് കൈഗയാണ്. കാഖ്രാപാറ ഗുജറാത്തിലാണ്. നറോറ ഉത്തർപ്രദേശ്. ഇത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. കൈഗ അറ്റോമിക് പവർ സ്റ്റേഷൻ
കർണാടക സംസ്ഥാനത്തിലെ ഉത്തര കന്നഡ ജില്ലയിൽ കാളി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. താരാപൂർ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയമാണ്, മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൽപ്പാക്കം തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ആണവ നിലയമാണ്. മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ എന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. ഇന്ത്യയിൽ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആണവ നിലയം. ഇത് മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഇൻഡിജീനിയസ് ആയിട്ട് നിർമ്മിച്ച ആദ്യ ആണവ നിലയം ഏതാണെന്ന്. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തുള്ള മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷനാണത്. നറോറ ഉത്തർപ്രദേശിൽ ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആണവ നിലയമാണ് നറോറ. ഈ ഫാക്റ്റുകളൊക്കെ ഞാൻ ഓൾറെഡി ആ SCRTയിൽ നിന്ന് പറഞ്ഞു. നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാഭയാണ് ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സര ട്രോംബോയിൽ സ്ഥാപിതമായി. അറ്റോമിക് എനർജി കമ്മീഷൻ AEC നിലവിൽ വന്നത് എന്നാണ് 1948 ഓഗസ്റ്റിലാണ്. ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഹോമി ജഹാംഗീർ ഭാഭ ആയിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി രൂപീകരിച്ചതെന്നാണ് 1954. ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ട്രോംബെ, മുംബൈ, മഹാരാഷ്ട്ര. കൂടംകുളം ആണവ നിലയം റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവോർജ്ജ നിലയമാണ് കൂടംകുളം ആണവ നിലയം. എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. കശ്മീർ താഴ്വരയിലെ കരേവാസ അവസാദ നിക്ഷേപങ്ങൾക്ക് കാരണമാകുന്നത് തിരമാലകൾ, കാറ്റുകൾ, നദികൾ, ഹിമാനികൾ. കശ്മീർ താഴ്വരയിലെ കരേവാസ അവസാദ നിക്ഷേപങ്ങൾക്ക് കാരണമാകുന്ന എന്തായിരിക്കും? ഹിമാനികളായിരിക്കും. SCRTയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. താഴ്വരകളിൽ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. കശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത്. ഇവ സാഫ്രോൺ അല്ലെങ്കിൽ കേസർ കുങ്കുമപ്പൂവിൻ്റെ കൃഷിക്ക് അനുയോജ്യമാണ്. എന്താണ് കരേവാസ്? കശ്മീർ താഴ്വരയിൽ കാണപ്പെടുന്ന സവിശേഷമായ തടാക നിക്ഷേപങ്ങൾ, ലാക്കസ്ട്രെയിൻ ഡിപ്പോസിറ്റുകളാണ് കരേവാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ രൂപീകരണം എന്ന് പറഞ്ഞ കാരണം പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിൽ ഹിമാലയൻ നദികളുടെ തടസ്സപ്പെടൽ മൂലമുണ്ടായ തടാകങ്ങളിൽ ഹിമാനികൾ നിക്ഷേപിച്ച മൊറൈനുകളുമായി കലർന്ന കളിമണ്ണും മറ്റ് അവശിഷ്ടങ്ങളും ചേർന്നാണ് ഇത് രൂപപ്പെടുന്നത്. പിന്നീട് ഈ തടാകങ്ങളിലെ വെള്ളം വറ്റിപ്പോവുകയും നിക്ഷേപങ്ങൾ സമതലങ്ങളായി മാറുകയും ചെയ്തു. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് അതുവഴി ഉണ്ടായിരുന്ന നദികൾ പല തടസ്സങ്ങൾ കാരണം എന്ത് ചെയ്തു? ഒഴുക്ക് പലയിടത്തായിട്ട് സ്റ്റക്കായി പോവുകയും അവിടെയൊക്കെ എന്തുണ്ടാകുകയും ചെയ്തു? തടാകങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. പിന്നീട് ഇവിടെ ഇങ്ങനെ ഐസായിട്ട് ഗ്ലേഷ്യേഴ്സ് ഫോം ചെയ്യുമല്ലോ. ഈ ഗ്ലേഷ്യേഴ്സ് ഫോം ചെയ്യുമ്പോൾ ഈ ഗ്ലേഷ്യേഴ്സ് പതുക്കെ ഇങ്ങനെ പീരിയോഡിക്കലി ഇത് ഇങ്ങനെ വെള്ളമാകുകയും ചെയ്യും, ഐസാകുകയും ചെയ്യുന്ന സമയത്ത് ഇത് മൂവ് ചെയ്യും. ഇത് മൂവ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇത് കുറച്ച് മണലിനെയും കളിമണ്ണിനെയും ഒക്കെ എന്ത് ചെയ്യും? ഇതിൻ്റെ ഒപ്പം മൂവ് ചെയ്യിച്ചുകൊണ്ട് വരും. അങ്ങനെ ഇത് വീണ്ടും വെള്ളമായിട്ട് മാറുമ്പോൾ ഇതവിടെ ഡിപ്പോസിറ്റ് ആവും. അങ്ങനെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന മണലിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഗ്ലേഷ്യൽ ക്ലേ ഒക്കെ ചേർന്നിട്ടാണ് മൊറൈൻ എന്ന് പറയുന്ന ഡിപ്പോസിറ്റുകളൊക്കെ ഉണ്ടാകുന്നത്. ഇതും കളിമണ്ണും ഒക്കെ ചേർന്ന് കുറച്ച് പ്ലെയിൻ പോലെ രൂപപ്പെടുകയും ഈ പ്ലെയിനുകൾ പിന്നീട് ഈ വെള്ളമെല്ലാം വറ്റിപ്പോകുമ്പോൾ ഈ പ്ലെയിനുകൾ മുകളിലേക്ക് വരും. പരന്ന സമതലം പോലെ ഇരിക്കും. ഈ സമതലത്തിലുള്ള ഇങ്ങനെയുള്ള ഡിപ്പോസിറ്റുകളെയാണ് കരേവാസ് എന്ന് പറയുന്നത്. ഇത് ഞാനൊരു ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്ലേഷ്യേഴ്സ് ഇതുപോലെ മലനിരകളിലൂടെ ആണെങ്കിലും പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് വരുമ്പം അത് ഒറ്റയ്ക്കല്ല മൂവ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം കുറച്ച് മണലിനെയും കല്ലിനെയൊക്കെ എന്ത് ചെയ്യും? കൂടെ മൂവ് ചെയ്യിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഇത് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഈ മഞ്ഞുരുകി ജലമായി മാറുകയും ഇങ്ങനെ ഡിപ്രഷൻസ് ഉള്ള സ്ഥലത്തൊക്കെ എന്ത് ചെയ്യും? ഈ ജലം തടാകങ്ങളായിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഗ്ലേഷ്യൽ ലേക്കുകൾ ഫോം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഈ ഐസിൻ്റെ മൂവ്മെൻറ്റിനൊപ്പം വരുന്ന ചെറിയ ചെറിയ സെഡിമെൻറ്റുകളുണ്ട്, ക്ലേ ഉണ്ട്, സിൽറ്റ് ഉണ്ട്, സാൻഡ് ഉണ്ട്. ഇതെല്ലാം കൂടെ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ ഗ്ലേഷ്യൽ ലേക്കിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഡിപ്പോസിറ്റഡ് ആയിട്ട് പല സെഡിമെൻറ്റ് ലെയറുകളായിട്ട് ഡിപ്പോസിറ്റഡ് ആകും. ഇതിനാണ് ലാക്കസ്ട്രീൻ ഡിപ്പോസിറ്റ് എന്ന് നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഡിപ്പോസിറ്റായി എന്ത് പറ്റും? ഇത് കുറച്ച് മുകളിലേക്ക് എന്ത് ചെയ്യും? ഡിപ്പോസിറ്റ് ആവും. കുറേ കഴിയുമ്പം സീസൺസ് മാറുന്നതിനനുസരിച്ച് ഈ ലേക്ക് വറ്റിപ്പോകും. അങ്ങനെ വറ്റിപ്പോകുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും? ഉയർന്നുയർന്ന് ഈ ഡിപ്പോസിറ്റുകളുള്ള സ്ഥലം പുറത്തേക്ക് കാണാൻ പറ്റും. അങ്ങനെ കാണുന്ന സ്ഥലത്ത് ഈ ഡിപ്പോസിറ്റ് ആയിട്ടുള്ള പ്ലെയിനുകൾ രൂപം കൊള്ളും. ഈ പ്ലെയിനുകളിൽ കാണുന്ന ആ ഒരു ഡിപ്പോസിറ്റിനെ
ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കരേവാസ് എന്ന് പറയുന്നത്. അത് എങ്ങനെ ഉണ്ടായതാണ്? ഞാൻ പറഞ്ഞ പോലെ ഈ ഗ്ലേഷ്യൽ മൂവ്മെൻറ്റ് കാരണം ഈ ഗ്ലേഷ്യൽ ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം മൂവ് ചെയ്യുന്ന സെഡിമെൻറ്റുകളെല്ലാം അവിടെ കിടന്ന് കാലാകാലങ്ങളിൽ ലെയറുകൾ ഫോം ചെയ്ത് ഏകദേശം ഇത്രയും തിക്നെസ് ഒക്കെ വന്നു കഴിയുമ്പോൾ പ്ലെയിനിൽ കാണുന്ന ഡിപ്പോസിറ്റിനെയാണ് നമ്മൾ കരേവാസ് എന്ന് പറയുന്നത്. ഇത് കശ്മീരിൽ ഉണ്ടാവാൻ കാരണം ഈ ഗ്ലേഷ്യലിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ്. ഈ ഗ്ലേഷ്യൽ ലേക്കിൻ്റെയൊക്കെ ഡ്രൈയിങ് ആൻഡ് വെറ്റിംഗ് കൊണ്ടും ഡിപ്പോസിഷൻ കൊണ്ടുമാണ് ഇതുണ്ടാകുന്നത്. സാഫ്രോൺ കൃഷിക്ക് ഭയങ്കര അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് ഈ കരേവ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഖരേവ നിക്ഷേപങ്ങൾ ലോകപ്രസിദ്ധമാണ്. കാരണം എന്താണ്? കുങ്കുമപ്പൂവിൻ്റെ കൃഷിക്ക് ഇത് വളരെ അനുയോജ്യമാണ്. കുങ്കുമപ്പൂവിൻ്റെ പ്രാദേശിക ഇനമായ സഫ്രാൻ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കരേവ മണ്ണ്. ഇത് പ്രത്യേക NCERT-ൽ ഈ പേര് പറയുന്നുണ്ട്. കുങ്കുമപ്പൂവിന് പുറമെ ബദാം, വാൾനട്ട്, ആപ്പിൾ, വിവിധതരം പഴങ്ങൾ എന്നിവയൊക്കെ സമൃദ്ധമായി ഈ കരേവ ഡിപ്പോസിറ്റ്സിൽ വളരും. പ്രീവിയസ് ഇയർ ഫാക്ട്സ് നോക്കാം. കുങ്കുമപ്പൂവിന് കൃഷിക്ക് അനുയോജ്യമായ മൺതരികൾ ഇന്ത്യയിൽ എവിടെയാണ് കാണപ്പെടുന്നത്? കശ്മീർ താഴ്വരയിലാണ് കരേവ ഡിപ്പോസിറ്റുകളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം, കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരാണ്. ജമ്മു ആൻഡ് കാശ്മീരിലെ കുങ്കുമപ്പൂ കൃഷിയുടെ പ്രധാന കേന്ദ്രം ഏതാണ്? പാംപോർ. ഇത് ഇന്ത്യയുടെ കുങ്കുമപ്പൂ നഗരം, സാഫ്രോൺ ടൗൺ ഓഫ് കശ്മീർ എന്നറിയപ്പെടുന്നു. പാംപോർ ആണ് ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലെ തന്നെ കുങ്കുമപ്പൂ കൃഷിയുടെ പ്രധാന കേന്ദ്രം. ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട 2 തടാകങ്ങൾ ദാൽ തടാകവും വൂളാർ തടാകവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ വൂളാർ തടാകം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഝലം നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്ന ഏത് 2 പർവ്വതനിരകൾക്കിടയിലാണ്? ബൃഹത് ഹിമാലയം അല്ലെങ്കിൽ ഗ്രേറ്റ് ഹിമാലയാസിനും പിർപാഞ്ചൽ നിരകൾക്കും ഇടയിലായിട്ടാണ് നമ്മുടെ കശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു എൻവയോൺമെൻറ്റ് സയൻസ് ക്വസ്റ്റ്യൻ ആയിട്ടും ജോഗ്രഫിയിലെ ക്വസ്റ്റ്യൻ ആയിട്ടും നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ശരിയായ പ്രസ്താവന ഏതാണ്? ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009 ഒക്ടോബർ 5-നാണ്. ഇത് അരുണാചൽ പ്രദേശിൻ്റെ ഔദ്യോഗിക ജലജീവിയാണ്. ഇതിനെ സൂസു ഹീഹു എന്നും വിളിക്കുന്നു. ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. എങ്ങനെയാ നോക്കാം. എന്തുകൊണ്ട് പ്രസ്താവന 1 ശരിയായി? ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായിട്ട് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രഖ്യാപിച്ചത് 2009 ഒക്ടോബർ 5-ന് തന്നെയാണ്. അപ്പോൾ പ്രസ്താവന 1 ശരിയാണ്. എന്നാൽ ഇത് അരുണാചൽ പ്രദേശിൻ്റെ ജലജീവിയല്ല, മറിച്ച് അസമിൻ്റെയും ഉത്തർപ്രദേശിൻ്റെയും സംസ്ഥാന ജലജീവിയാണ്. അപ്പോൾ അതാണ് തെറ്റ്. പ്രസ്താവന 3 എന്താണ് ശരി? ശ്വസിക്കുമ്പോൾ ഇതൊരു പ്രത്യേകതര ശബ്ദം ഉണ്ടാക്കുന്ന കാരണം പ്രാദേശികമായിട്ട് ഗംഗറ്റിക് ഡോൾഫിനെ സൂസു ഡോൾഫിൻ എന്ന് വിളിക്കാറുണ്ട്. അസമിൽ ഇതിനെ ഹീഹു എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ സിഹു എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 3 ശരിയാണ്. ഗംഗാ ഡോൾഫിൻ ശാസ്ത്രീയ നാമം പ്ലാറ്റനിസ്റ്റ ഗാംഗറ്റിക്ക. പ്രത്യേകത എന്താ? ഇവയ്ക്ക് ശുദ്ധജലത്തിൽ മാത്രമാണ് ഇവ ജീവിക്കുന്നത്. ഇവയ്ക്ക് പൂർണ്ണമായും കാഴ്ചശക്തിയില്ല, ബ്ലൈൻഡ് ഡോൾഫിനുകളാണ്. കണ്ണിലെ ലെൻസിൻ്റെ അഭാവം മൂലം വെളിച്ചവും ഇരുട്ടും മാത്രമേ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഇവ ഇര പിടിക്കുന്നത് ശബ്ദ തരംഗങ്ങൾ പുറപ്പെടുവിച്ച് ഇക്കോ ലൊക്കേഷൻ, അതായത് ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിച്ചിട്ട് അത് പ്രതിഫലിച്ചു വരുന്ന രീതി അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? സഞ്ചാരപാതയും ഇരകളെയും കണ്ടെത്തുന്നത് ഈ രീതിയിലാണ്, എക്കോ ലൊക്കേഷൻ ഉപയോഗിച്ചാണ്. ഗാംഗറ്റിക് ഡോൾഫിൻ്റെ കൺസർവേഷൻ സ്റ്റാറ്റസ് നോക്കിയാൽ IUCN പദവി അനുസരിച്ച് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 1-ലാണ് ഇവയുള്ളത്. ഇതൊരു ഇൻഡിക്കേറ്റർ സ്പീഷീസ് അല്ലെങ്കിൽ സൂചക ജീവിയാണ്. കാരണം ഒരു നദിയുടെ ഹെൽത്ത്, വാട്ടറിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു റിവറിൻ്റെ ഹെൽത്ത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവയുടെ പ്രസൻസ് വെച്ച് അറിയാൻ പറ്റും. കാരണം നദി എത്രയും പൊല്യൂട്ടഡ് ആവുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ പോപ്പുലേഷൻ കുറയുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇൻഡിക്കേറ്റർ സ്പീഷീസ് എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ഫാക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ദേശീയ ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 5-നാണ്. നാഷണൽ ഡോൾഫിൻ ഡേയും അന്ന് തന്നെയാണ്. ഗംഗാ ഡോൾഫിൻ്റെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്റ്റ് ഡോൾഫിൻ. 2020-ലാണ് ഇത് ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏക നദീതീര ഡോൾഫിൻ അഭയകേന്ദ്രം ഏതാണ്? വിക്രംശില ഗംഗാ ഡോൾഫിൻ സാങ്ച്വറി, ബീഹാർ. ഇത് റീസെൻ്റ് ആയിട്ടുള്ളൊരു കറണ്ട് അഫയേഴ്സാണ്. വിക്രംശില ഗംഗാ ഡോൾഫിൻ സാങ്ച്വറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാറിലാണ്. ഏക റിവറൈൻ ഡോൾഫിൻ അഭയകേന്ദ്രമാണ്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗംഗാ ഡോൾഫിനുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏത് തന്നെയാണ്? ബീഹാർ തന്നെയാണ്. ഗംഗാ ഡോൾഫിനെ ഏത് നഗരത്തിൻ്റെ ഔദ്യോഗിക ജീവിയായാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഗുവാഹത്തി, അസം. അപ്പോൾ സംസ്ഥാനങ്ങളുടെ മാത്രമല്ല നഗരത്തിൻ്റെയും ഔദ്യോഗിക ജീവിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ എന്ന് പറയുന്നത്. സിന്ധു നദിയിൽ മാത്രം കാണപ്പെടുന്ന മറ്റൊരു അപൂർവ ഇനം ഡോൾഫിനാണ് ഇൻഡസ് റിവർ ഡോൾഫിൻ എന്ന് പറയുന്നത്. ഇത് പഞ്ചാബിൻ്റെ സംസ്ഥാന ജലജീവിയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മീൻ ഏതാണ്? കരിമീൻ, പേൾ സ്പോട്ട്. 2010 കരിമീനെ കേരളത്തിൻ്റെ ഔദ്യോഗിക മീനായിട്ട് സ്റ്റേറ്റ് ഫിഷായിട്ട് പ്രഖ്യാപിക്കുന്നത്. സ്റ്റേജ് 1 ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമായിരുന്നു ഝലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ് എന്ന്. ശരിക്കും പറഞ്ഞാൽ ഝലം നദിയുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ മിയാണ്ടറിങ് അല്ലെങ്കിൽ ഝലം നദി പാസ് ചെയ്ത് പോകുന്നത് വൂളാർ ലേക്കിലൂടെയാണ്. പക്ഷേ PSCയുടെ ഉത്തരം ദാൽ ലേക്കാണ്. ഇതൊരു കണ്ടസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയായിരിക്കാം ഈ ഉത്തരത്തിലേക്ക് എത്തിയതെന്നും കൂടി നോക്കാം. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വക്രവലയങ്ങൾ അല്ലെങ്കിൽ മിയാണ്ടേഴ്സ് ഒക്കെ ഫോം ചെയ്യുന്നതും ഒരു നദി അതിൻ്റെ ഒഴുകുന്ന പാതയിലൂടെ അത് തുടക്കം മുതൽ അവസാനം വരെ പലതരം ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യും. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നദിയുടെ യൂത്ത്ഫുൾ സ്റ്റേജിൽ, അതായത് തുടക്ക സ്ഥലത്ത് നോക്കുന്ന സമയത്ത് ഇത് നല്ല സ്പീഡിലായിരിക്കും പോകുന്നത്, വാട്ടറിൻ്റെ അളവ് നല്ല കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഏരിയയിൽ ഇത് റാപ്പിഡ്സ് ഫോം ചെയ്യും, വാട്ടർ ഫോളുകൾ ഫോം ചെയ്യും ഈ ഒരു യൂത്ത്ഫുൾ സ്റ്റേജിൽ. എന്നാൽ ഇതൊരു ഒരു ഇടയ്ക്കുള്ള സ്റ്റേജിൽ, ഒരു മിഡിൽ സ്റ്റേജിൽ ഈ നദി എന്ത് ചെയ്യും? കുറച്ച് പതുക്കെ ഒഴുകാൻ തുടങ്ങും. അവിടെ വെച്ച് ഫ്ലഡ് പ്ലെയിനുകളൊക്കെ ഉണ്ടാകാം. എന്നാൽ ഈ നദിയുടെ ഒരു മെച്വർ ഫേസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു ഒഴുക്കിൻ്റെ വേഗത കുറയുകയും ഇതിങ്ങനെ പലതരത്തിലുള്ള ലാൻഡ് ഫോമുകൾ, ഇപ്പോൾ ഓക്സ്ബോ ലേക്കുകൾ, അതാണ് നമ്മൾ പറഞ്ഞത് വക്രവലയങ്ങളൊക്കെ ഫോം ചെയ്യാനുള്ളൊരു കാരണം. ഇതാണ് വക്രവലയങ്ങൾ എന്ന് പറയുന്നത്, മിയാണ്ടറിങ്. ഇതിൻ്റെ ഫലമായിട്ട് എന്തോ ഫോം ചെയ്യുമെന്നറിയാമോ? ഓക്സ്ബോ ലേക്കൊക്കെ ഫോം ചെയ്യുകയും പതുക്കെ ഡെൽറ്റയൊക്കെ ഫോം ചെയ്യും. ഇവിടോട്ടൊക്കെ വരുമ്പോൾ നദിയുടെ വേഗത കുറവാണ്. കാരണം അതിൽ ഒരുപാട് ഡിപ്പോസിറ്റ്, ഇപ്പോൾ വന്ന വഴിയിൽ നിന്നൊക്കെ അത് ഒരുപാട് മണ്ണൊക്കെ കളക്ട് ചെയ്തായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇതൊക്കെ എവിടെയെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യണമല്ലോ, അത് ഈ ഡെൽറ്റയിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യും. ജലം നദിയുടെ പാത്വേ ഏകദേശം ഇതുപോലെയാണ്. ജലം നദി അതിൻ്റെ യൂത്ത്ഫുൾ സ്റ്റേജിൽ തന്നെയാണ് ഈ മിയാണ്ടേഴ്സ് ഫോം ചെയ്യുന്നതെന്നുള്ളതൊരു കൗതുകകരമായ കാര്യമാണ്. പൊതുവേ റിവേഴ്സ് അതിൻ്റെ ഒരു മെച്വർ സ്റ്റേജ്, അതായത് ഈ നദി അവസാനിക്കാറാകുമ്പോൾ ഇത് കടലിൽ ചെന്ന് ചേരുന്നതിനൊക്കെ കുറച്ച് മുന്നേക്കെ ആയിട്ടായിരിക്കും ഈ മിയാണ്ടേഴ്സ് അല്ലെങ്കിൽ വക്രവലയങ്ങളൊക്കെ ഫോം ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജലം റിവർ ഇതിൻ്റെ യൂത്ത്ഫുൾ സ്റ്റേജിൽ ആദ്യമൊക്കെ തന്നെയാണ് ആക്റ്റീവായിട്ട് ഈ മിയാണ്ടറിങ് നടത്തുന്നത്. അപ്പോൾ ഈ മിയാണ്ടറിങ് നടത്തി ഇത് എവിടെ ചെന്ന് ചേരുന്നുണ്ട്? വൂളാർ ലേക്ക് ചെന്ന് ചേരുന്നുണ്ട്. എന്നിട്ട് പിന്നെ വൂളാർ ലേക്കിൽ നിന്ന് തിരിച്ചിറങ്ങി പോകുന്നുമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ദാൽ ലേക്ക് ഉത്തരമായി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാചീന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് ഈ കശ്മീർ വാലിയെ മുഴുവൻ കവർ ചെയ്തൊരു ലേക്ക് ഉണ്ടായിരുന്നുവെന്നും ഈ ലേക്ക് കാലക്രമേണ വറ്റിപ്പോയിട്ട് അതിൻ്റെ റെമനൻ്റായിട്ട് നിൽക്കുന്നതാണ് ഈ ദാൽ ലേക്ക് എന്നുമാണ് പറയപ്പെടുന്നത്. ഇതൊരു തിയറിയാണ്. ഈ തിയറി അനുസരിച്ചാണെങ്കിൽ ഈ പണ്ടുണ്ടായിരുന്ന ഈ ലേക്കിൻ്റെ പ്ലെയിനുകൾ, ഈ ലേക്ക് വറ്റിപ്പോയി കഴിയുമ്പോൾ അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന പ്ലെയിനുകളുടെ സവിശേഷത കൊണ്ടാണ് പിന്നീട് അതുവഴി ഒഴുകുന്ന ജലം നദി മിയാണ്ടറിങ് ചെയ്യാൻ തുടങ്ങിയത്. യൂത്ത്ഫുൾ സ്റ്റേജായിട്ട് പോലും അത് മിയാണ്ടറിങ് ചെയ്യാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ വക്രവലയങ്ങൾ ഫോം ചെയ്യുന്ന രീതിയിൽ ഒഴുകാൻ തുടങ്ങിയത് എന്നൊരു തിയറി നിലനിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ജലനദിയുടെ വക്രവലയങ്ങൾ ഫോം ചെയ്യുന്നതിന് കാരണമായത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ദാൽ ലേക്കാണെന്നൊരു ഉത്തരം വരുന്നത്. പക്ഷേ പൊതുവിൽ ജലനദി വക്രവലയത്തിലൂടെ കയറി ഇറങ്ങിപ്പോകുന്നത് വൂളാർ ലേക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കണ്ടസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് കൃത്യമായ ഉത്തരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ PSCയുടെ ആൻസർ കീയിൽ ദാൽ ലേക്കാണ് ആൻസർ ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ആദ്യത്തെ തിയറി അനുസരിച്ചായിരിക്കും ദാൽ ലേക്ക് ഉത്തരമായി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില റിലേറ്റഡ് ഫാക്റ്റുകൾ നമുക്ക് നോക്കാം. കശ്മീർ താഴ്വരയിലൂടെ ഒഴുകുമ്പോൾ ഝലം നദി അതിൻ്റെ പ്രൗഢമായ യൗവനഘട്ടത്തിൽ തന്നെ സാധാരണ സമതലങ്ങളിൽ കാണാറുള്ളതുപോലെ മനോഹരമായ വളവുകൾ, മിയാണ്ടേഴ്സ് അല്ലെങ്കിൽ വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം വൂളാർ തടാകം കൂടിയാണ്. വൂളാർ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഇതിൻ്റെ രൂപീകരണത്തിന് കാരണം ടെക്ടോണിക് ആക്ടിവിറ്റി ആണെന്നാണ് ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി.
ഭൂവൽക്ക ചലനങ്ങൾ കൊണ്ട് രൂപം കൊണ്ടൊരു തടാകമാണ് വൂളാർ ലേക്ക് എന്നാണ് പറയുന്നത്. വൂളാർ ലേക്കിൽ പ്രധാനമായിട്ടും വെള്ളം എത്തിക്കുന്നതും ഇതിലൂടെ ഒഴുകിപ്പോകുന്നതും ജലം നദി തന്നെയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു റാംസർ സൈറ്റ് കൂടിയാണ് വൂളാർ ലേക്ക് എന്ന് പറയുന്നത്. ഇനിയും ജലം റിവറിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജമ്മു കാശ്മീരിലെ പിർപ്പാഞ്ചൽ മലനിരകളുടെ അടിവാരത്തിലുള്ള വെരിനാഗ് നീരുറവയിൽ നിന്നാണ് ജലം റിവർ ഉത്ഭവിക്കുന്നത്. വേദകാലഘട്ടത്തിൽ വിദസ്സ എന്നും ജലം നദിയെ അറിയപ്പെട്ടിരുന്നു. ഗ്രീക്കുകാർ ജലം നദിയെ ഹൈഡാസ്പസ് എന്നാണ് വിളിച്ചിരുന്നത്. BC 326 അലക്സാണ്ടറും പോറസ് രാജാവും കൂടെ ജലനദിയുടെ തീരത്ത് വെച്ച് നടത്തുന്ന യുദ്ധത്തെ ഹൈഡാസ്പസ് യുദ്ധമെന്നാണ് അറിയപ്പെടുന്നത്. ജമ്മു കാശ്മീരിൻ്റെ വേനൽക്കാല തലസ്ഥാനമായ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് ജലം നദിക്കരയിലാണ്. സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട 5 പോഷക നദികളിൽ ഒരാളാണ് ജലം റിവർ എന്ന് പറയുന്നത്. പാകിസ്ഥാനിലെ ട്രിമ്മു എന്ന സ്ഥലത്ത് വെച്ച് ഇത് ചെനാബ് നദിയുമായി ചേർന്നിട്ട് പിന്നീട് ലേറ്റർ ഇൻഡസ് റിവറിലേക്ക് ചേരുകയാണ് ചെയ്യുന്നത്. തുൽബുൽ പദ്ധതി വൂളാർ തടാകത്തിൻ്റെ കവാടത്തിൽ ജലനദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള നാവിക യോഗ്യത നിയന്ത്രണ സംവിധാനമാണ് തുൽബുൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഇതൊരു തർക്ക വിഷയമാണ്. ഉറി പദ്ധതി ജലം നദിക്ക് കുറുകെ ജമ്മു കാശ്മീരിലെ ബരാമുള്ളയിൽ നിർമ്മിച്ചിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതിയാണ് ഉറി പദ്ധതി. അപ്പോൾ ഉറി ഡാം ഏത് നദിയിലാണുള്ളത്? ജലം നദിയിലാണ് ഉള്ളത്. ദാൽ തടാകം ശ്രീനഗറിൽ സ്ഥിതി ചെയ്യുന്ന കശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം, ജുവൽ ഇൻ ദ ക്രൗൺ ഓഫ് കാശ്മീർ, അല്ലെങ്കിൽ തടാകങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തടാകമാണ് ദാൽ തടാകം എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ് ഷിക്കാട്ട വെള്ളങ്ങൾ, ഷിഗരാസ് എന്ന് പറയുവേ, ഹൗസ് ബോട്ടുകളും. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് ഉള്ളത് ദാൽ തടാകത്തിലാണ്. താർസാറിലേക്കും മാർസാറിലേക്കും ജമ്മു കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇരട്ട ആൽഫൈൻ തടാകങ്ങളാണ്. ഇവയ്ക്ക് ചുറ്റുമുള്ള പ്രകൃതി ഭംഗി ഏറെ പ്രശസ്തമാണ്. ഇതെവിടെയാണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. താർസാറും മാർസാറും എവിടെയാണ്? ജമ്മു കാശ്മീരിലാണുള്ളത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കുറച്ച് കണ്ടസ്റ്റഡ് ആണ്. നമുക്ക് നോക്കാം ഫൈനൽ കീ വരുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമോ എന്ന്. ഇല്ലെങ്കിൽ PSC ഇപ്പോൾ തന്നിട്ടുള്ള പ്രൊവിൻഷ്യൽ കീയിലുള്ള ദാൽ ലേക്ക് എന്ന് തന്നെ പഠിച്ചു വയ്ക്കുക.